വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് ലിയ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ ബേബി പ്രൊഡക്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ബാഗിൽ പാക്ക് ചെയ്തു എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആ ലാസ്റ്റ് ടൈമിൽ എടുക്കേണ്ട സാധനങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ താഴെ അതിൻ്റെ ലിസ്റ്റ് കൊടുക്കാം, എന്തൊക്കെയാണ് ഞാൻ ആ ലാസ്റ്റ് മിനിറ്റിൽ എടുക്കുന്ന സാധനങ്ങൾ എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യമായിട്ട് എടുക്കണമെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനൊരു ബാഗാണ്. ഈ ബാഗിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഫീഡിങ് നൈറ്റീസാണ്. ഇത് ഞാൻ ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് തന്നെ തൃശ്ശൂർ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസില്ലേ, ആ ഓഫീസിൻ്റെ വഴിയിൽ തന്നെ മാക്സി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഫീഡിങ് നൈറ്റീസൊക്കെ, ഫ്രോക്ക് നൈറ്റീസ് ഇല്ലേ, ഫീഡിങ് ഫ്രോക്ക് നൈറ്റീസ്, അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ അജ്രക്കിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള നൈറ്റീസ്. അപ്പോൾ ഞാനും അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡെലിവറിക്കൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് റെഡിമെയ്ഡ് തന്നെ അത് കിട്ടി. അപ്പോൾ അതൊരു 5 നൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അജ്രക്കിൻ്റെ ടൈപ്പ് വരുന്നത്. ഞാൻ ഒരെണ്ണം നിർത്തി കാണിച്ചു തരാം. ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് തന്നെ എനിക്ക് കിട്ടി. ഇവിടെ ഇങ്ങനെ നമുക്ക് ഫീഡിങ് ടൈമിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൈഡിങ് സിബുകൾ വരുന്നുണ്ട്, അതെല്ലാത്തിലും വരുന്നുണ്ട്. ഇതാണ് ഫ്രോക്ക് നൈറ്റീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ സ്കേർട്ടുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ സിപ്പ് ബാഗ് എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിലെൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ്. അതേപോലെ അണ്ടർ ഗാർമെൻറ്റ്സും പാഡ്, പിന്നെ ഒരു ടർക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഫീഡിങ്ങിൻ്റെ ടൈമിലൊന്ന് കവർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട്. പിന്നെ എടുത്തിട്ടുള്ളതൊരു, ഞാൻ നൂർത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, 2-3 തോർത്ത് എടുത്തിട്ടുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്കും നമുക്കും കുളിച്ചിട്ട് ഇനി അവിടെ ഉണങ്ങാൻ പറ്റിയില്ല, അപ്പോൾ 2-3 തോർത്തുകൾ, പിന്നെ കുറച്ച് കോട്ടൻ്റെ തുണികളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ കണ്ടില്ലേ, വെള്ള മുണ്ടുകളാണ്. അത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ ബേബിക്ക് വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബേബിക്ക് വേണ്ടിയിട്ടും നമ്മൾ കഴുകി ഉണക്കി ഇതൊക്കെ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ബാഗുകളിൽ നമ്മുടെ ടോയ്ലറ്ററീസ് ഇല്ലേ, അതായത് ബ്രഷ്, പേസ്റ്റ്, ചീപ്പ് കണ്ണാടി, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് നമ്മുടെ ആര്യവേപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോംബോ സെറ്റ് കിട്ടിയതാണ്. ഒരു 4 ചീർപ്പ് ഉണ്ടായിരുന്നു അതിൽ, അതായിരുന്നു ഇത്. പിന്നെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷ് എടുത്തിട്ടുണ്ട്, ബ്രഷ് കൂടെയുള്ള ആൾക്കും എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രഞ്ചീസ് എടുത്തിട്ടുണ്ട്, എയർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിലാക്കിയിട്ട് അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള സിസേഴ്സ്, അങ്ങനത്തെ അലുക്കുലുക്ക് സാധനങ്ങളില്ലേ, അതൊക്കെയാണ്. ഉൾപ്പെടുത്താത്ത സാധനങ്ങൾ എന്ന് വെച്ചാൽ വേറൊരു ബാഗിലായിട്ട് നമ്മുടെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, നമുക്ക് എപ്പോഴും അവിടെയും പോയി വാഷ് ചെയ്ത് യൂസ് ചെയ്യണേക്കാൾ നല്ലത് ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ആണ്. അതപ്പോൾ തന്നെ അവിടെ നമുക്ക് കളയാമല്ലോ. പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, കപ്പ്, പിന്നെ വാട്ടർ ബോട്ടിൽസ്, ഫോൺ ചാർജേഴ്സ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസേഴ്സ്, പിന്നെ ബേബിയുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള ലിക്വിഡ്. അവിടെ നമ്മൾ വാഷ് ചെയ്യലൊന്നും നടക്കില്ല. അഥവാ എന്തെങ്കിലും ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ, ബക്കറ്റ്, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് കിട്ടുന്ന, അതൊക്കെ പ്രൊവൈഡ് ചെയ്യും, അവിടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും ആരും എടുക്കാൻ മറക്കണ്ട. പിന്നെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അല്ല, ഇനിയും ഇതെടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ ഞാൻ അതും കൂടി സാധനങ്ങളും കൂടി എടുത്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ വീട് അടുത്താണ്, ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യം വന്ന് നമുക്ക് വന്ന് എടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും അമ്മമാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നല്ല സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.